വരും ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്തായിരിക്കും? കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം എന്ത് നേടിയെന്നുള്ളത്. പലരുടെയും മനസ്സിൽ അവരുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള പ്രതീകങ്ങളും ഉണ്ടാകാം. ചിലത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു താരതമ്യം വേണ്ടിവരും. ഈ പരിപാടിയുടെ ഉദ്ദേശം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ എന്തൊക്കെ എങ്ങനെ നേടിയെന്ന് വിശദീകരിക്കാനാണ്. 10 വർഷം കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ പതിറ്റാണ്ട്. ഇച്ഛാശക്തി കൊണ്ടൊരു സർക്കാരിന് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് കേരളപ്പിറവിക്ക് ശേഷം തെളിഞ്ഞ 3650 ദിനരാത്രങ്ങൾ. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇതൊരു ചരിത്രമാണ്. ഇതിനു മുമ്പ് ആരും 10 വർഷം തുടർച്ചയായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 5 വർഷവും ഭരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും കേരളത്തിനുണ്ടായിരിക്കും? ഒരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു ഘട്ടം നാട് നേടിയ പുരോഗതി 2016 മുൻപുള്ള കാലമെടുത്താൽ അതേ രീതിയിൽ നിലനിർത്താനോ തുടർച്ചയുണ്ടാക്കാനോ കഴിയാറില്ല. നേരെ മറിച്ച് അധോഗതിയിലേക്ക് പോയ അനുഭവമുണ്ട്. എന്നാൽ 2021 തുടർ ഭരണം സമ്മാനിച്ചപ്പോൾ 2016-21 കാലത്ത് എന്താണോ നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം. ദുരന്തങ്ങളും പകർച്ചവ്യാധികളെയും അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഇതിനൊക്കെയുള്ള ഒരു ധൈര്യം എന്തായിരുന്നു? അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത, നമ്മുടെ ജനതയുടെ പ്രത്യേകത. നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കിയത്. അതാണ് അസാധ്യം എന്ന ഒന്ന് ഇല്ല എന്നത് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 1000 രൂപയായി ഉയർത്താൻ തീരുമാനിച്ച 2016 മെയ് 25 ആദ്യ മന്ത്രിസഭാ തീരുമാനം മുതൽ 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷാ പെൻഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ അക്കൗണ്ടിൽ പണമെത്തിക്കാനെടുത്ത തീരുമാനം വരെ നീളുന്ന ജനഹിതമറിഞ്ഞ പ്രവർത്തനങ്ങൾ. 10 വർഷത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അത് ഏറ്റവും ഒന്നാമതായി ഇപ്പോൾ അവസാനമായി നടന്ന കാര്യങ്ങൾ തന്നെ പറയാം. നമുക്ക് 35 വയസ്സ് കഴിഞ്ഞ വീട്ടമ്മമാർക്ക് പെൻഷൻ സംവിധാനം തന്നിട്ടുണ്ട്. 1000 രൂപ. അത് എനിക്കും കിട്ടി. ഞാനും ഒരു ഉപഭോക്താവാണ്. സാധാരണക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് തന്നെയായിരുന്നു പെൻഷൻ. അതിനോടനുബന്ധിച്ച് തന്നെ ഏതെങ്കിലും വ്യക്തികൾ ഈ സർക്കാരിനെ കുറിച്ച് മനസ്സുള്ളവർ കുറ്റം പറയുമോ? മനസ്സാക്ഷിയുള്ളവർ പറയുമോ? നൽകിയ 900 വാഗ്ദാനങ്ങളിൽ 99% യാഥാർത്ഥ്യമാക്കിയ സർക്കാർ ഓരോ വർഷവും പ്രവർത്തന റിപ്പോർട്ട് ജനസമക്ഷം അവതരിപ്പിച്ച് നാടിന്റെ പുരോഗതി വിലയിരുത്തിയ 10 വർഷങ്ങൾ. LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തുക അല്ലെങ്കിൽ LDF സർക്കാരിന് സ്ഥിരമായി ഭരണം ലഭിക്കുക എന്നുള്ള ഒരു തത്വമല്ല അവർ എടുക്കുന്നത്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെത്തുക, കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിച്ചു പോവുക, അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലിനെ സംബന്ധിച്ച്, അതേപോലെ റോഡുകൾ,
റോഡുകളുടെ ഇപ്പോൾ NHന്റെ ഇപ്പോൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടിയുള്ള റോഡുകൾ, ഇതൊക്കെ നോക്കുമ്പോഴേക്കും ഏറ്റവും നല്ല പുരോഗതിയിലാണ്, നല്ല ഒരു വികസന പ്രവർത്തനമാണ്. ഹൈവേയുടെ വികസനം ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ് നടന്നത്. അതിൻ്റെ പാലങ്ങൾ, ഇവിടെ കമ്പനിക്കടവ് പാലം വർഷങ്ങളായിട്ട് മുടങ്ങി കിടന്നൊരു പാലമാണ്, അത് ഈ പൂർത്തീകരിക്കുകയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായി, നല്ല വികസനങ്ങൾ, നമ്മുടെ ഹൈവേകളാണെങ്കിലും നമ്മുടെ ആശുപത്രികളാണെങ്കിലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്കൂളുകളാണെങ്കിലും എല്ലാം തന്നെ എല്ലാ വികസനവും നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കേരളം തന്നെയാണ് അർത്ഥവത്താക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നിലനിൽക്കേണ്ടത് എപ്പോഴും ആവശ്യമാണ്. ഇത് ജനങ്ങളുടെ സർക്കാരാണ്. ഈ സർക്കാർ എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി തന്നെയാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുമയോടെ കൈകോർത്തു തെളിമയോടെ ചേർത്ത 10 വത്സരങ്ങൾ. നാളിതാ കുതിക്കയായി ജനത തൻ പ്രതീക്ഷയായി, നെഞ്ചിലെ കെടാത്ത കാലമായി നാളമായി, വികസനത്തിൽ അടിയുറച്ച് പതറിടാതെ ചുവടുവെച്ച് താരശോഭയാ. Come on കേരളം, come on കേരളം, come on കേരളം, come on കേരളം. പ്രീ-KG തൊട്ട് +2 പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഈ ഹൈടെക് ക്ലാസ് റൂം സൗകര്യങ്ങൾ ഇവിടെ സർക്കാർ ഒരുക്കി തന്നിട്ടുണ്ട്. സോ ഈ ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്രയും ഒരു മെച്ചപ്പെട്ട ഹൈടെക് ക്ലാസ് മുറികളും അഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങിയത്. നമ്മൾ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ഹൈടെക് ആയിട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ പ്രൊജക്ടറാണ്, ഇപ്പോൾ അത് മാറ്റി സ്മാർട്ട് TV പോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും ഹൈടെക് ക്ലാസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്കൂളിലും, കേരളത്തിലുള്ള എല്ലാ സ്കൂളിലും ഹൈടെക് ക്ലാസ് ആയി മാറട്ടെ എന്ന് ആഗ്രഹിക്കും. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഇവിടെ പായസം ഉണ്ട്, ആഴ്ചയിൽ 2 ദിവസം പാൽ കൊടുക്കുന്നുണ്ട്, മുട്ടയും ഉണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് കൊടുക്കുന്നുണ്ട്, ചിക്കനും ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പവർ കട്ടുണ്ടോ? പിണറായി സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണത്. ഒരു കാലത്ത് സമയം അറിയണമെങ്കിൽ തന്നെ 7:30 മുതൽ 8 മണി വരെ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ പവർ കട്ടിങ് എന്നുള്ള ഒരു സംഭവമാണ്. ഇന്നത്തെ തലമുറയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിന് മനസ്സിലാവില്ല. കഴിഞ്ഞ 10 വർഷം മുന്നേ നമുക്ക് പവർ കട്ടായിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം നമുക്ക് പവർ കട്ടില്ല. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി, ഗ്രൈൻഡർ അതൊക്കെ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. 10 വർഷം മുമ്പുള്ള ഒരു ആരോഗ്യ മേഖലയും ഇപ്പോൾ ഒരു ആരോഗ്യ മേഖലയും പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, പൈസ ഉള്ളവനെന്നോ പൈസ ഇല്ലാത്തവനോ നല്ല മുഴുവൻ ജനങ്ങളും ഈ ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നല്ല മെഡിക്കൽ കോളേജ്, എല്ലാം കൊണ്ടും നല്ല സൗകര്യം. അതിനെയൊക്കെ കാട്ടി ഇവർ നല്ല മെച്ചപ്പെട്ട ഡോക്ടേഴ്സ് എല്ലാം. ശകലം ജീവനുണ്ടെങ്കിൽ അവർ രക്ഷിക്കും. അവർ എല്ലാം നല്ലപോലെയാണ് ഡോക്ടർമാർ നോക്കുന്നത്. എൻ്റെ മോൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ 3 മരണത്തിൽ നിന്ന് അവരാണ് രക്ഷിച്ചു തന്നത്, ഈ ഡോക്ടർമാരാണ്. ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ. അതിൽ കൂടി നല്ല ഒരു മാറ്റമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ തൊഴിലിടങ്ങളിൽ, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും ജ്വല്ലറികളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള അവകാശം, നൈറ്റ് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാനുള്ള അവകാശം, 89 തൊഴിലുകളിൽ മിനിമം വേതനം ഉറപ്പാക്കൽ, ലിംഗഭേദമില്ലാത്ത തുല്യവേതനം, ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള സംരക്ഷണം, ആർത്തവാവധി, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ തൊഴിലവകാശം തുടങ്ങി എത്രയോ പുതിയ നിയമങ്ങൾ. ഇപ്പോൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ പല ശാരീരിക അവസ്ഥകളും ഒക്കെ ആയിട്ടുള്ള സമയത്ത്, ഇപ്പോൾ പീരിയഡ്സ് സമയത്തൊക്കെ ആണെങ്കിലും നിന്നുകൊണ്ട് ജോലി ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എല്ലാ ഷോറൂമുകളായിരുന്നാലും, ടെക്സ്റ്റൈൽസുകളായിരുന്നാലും, ജ്വല്ലറിയിലായിരുന്നാലും എല്ലാ വനിതകൾക്കും ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഒരവസരം ഈ സർക്കാർ വന്ന ശേഷം എല്ലാ വനിതകൾക്കും ഈ അവസരം ലഭിച്ചിരിക്കുകയാണ്. വനിതകൾക്ക് മാത്രമല്ല, നമ്മുടെ മെയിൽ സ്റ്റാഫുകളുണ്ട്, എല്ലാവർക്കും ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പുതിയ ബില്ല് അനുസരിച്ചിട്ട് ഗിഗ് വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ പുതിയ ആധുനിക സൗകര്യങ്ങളോടുള്ള ബാത്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള എല്ലാ സഹായങ്ങളും പോലീസിൽ നിന്നും ബാക്കി അധികാരികളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ടും ധൈര്യപൂർവ്വം ഓടാൻ പറ്റുന്നുണ്ട്. കഴക്കൂട്ടം റേഞ്ചിലൊക്കെ തന്നെ നമ്മളൊരു 8 to 10 years ബാക്ക് നോക്കുമ്പോൾ ഇവിടെ പെൺകുട്ടികളാരും പുറത്തു പോലും ഇറങ്ങാറില്ല.
അല്ലേ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ലൈക്ക് ഇപ്പോൾ അവർക്ക് നൈറ്റ് ലൈഫ് എന്താണ് എന്നുള്ള സംഭവം പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുമുണ്ട് എന്ന ഒരു ഏറ്റവും വലിയ കോൺഫിഡൻസ് തന്നത് തന്നെ ഈ ഒരു LDF സർക്കാരിൻ്റെ കാലത്ത് വന്ന ഈ ഒരു ഗവൺമെൻറ്റാണ്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നേടിത്തന്നത്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിനുള്ള മുന്നേറ്റം നൽകിയത്, അതിലുപരി എത്രത്തോളം സുരക്ഷിതത്വം ഈ കേരളത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തി എന്നുള്ളത് ഈ LDF സർക്കാരിലേക്ക് നമുക്ക് തന്ന ഒരു ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ്. ജെൻഡർ ബജറ്റിംഗ്, വയോജന നയം, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വകുപ്പ്, നഗരനയം എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കിയ പതിറ്റാണ്ട്. ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മുടെ സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു കാര്യമാണ് ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അതിന് പ്രധാനമായും സർക്കാർ കൊണ്ടുവന്നതാണ് ഗേൾസിനും ബോയ്സിനും ഒരേപോലെയുള്ള യൂണിഫോം. അത് ഗേൾസിന് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ്. കാരണം ആണിനെയും പെണ്ണിനെയും ഒരേപോലെ കാണാനായിട്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അമ്മ എന്തോന്നിന് സങ്കടപ്പെടണ? വിഷമം വരണമെന്നോ? വിഷമിക്കണ്ട. വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വരണത്. പൊതുജന സേവനം എന്നുള്ള നിലയ്ക്ക് പാലിയേറ്റീവ് കെയർ, പിന്നെ അമ്മമാരുടെയും കുട്ടികളുടെയും വാക്സിനേഷൻ ഉൾപ്പെടെ അമ്മ ഗർഭിണിയാവുന്ന ഒരു കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ആ സമയം തൊട്ട് അവരെ ഒരു പ്രഗ്നൻ്റായി കുഞ്ഞായി അവരുടെ 10 വയസ്സിലെ വാക്സിനേഷൻ വരെ നമ്മൾ അവരുടെ വാക്സിനേഷൻ കാര്യങ്ങളും മറ്റാരോഗ്യ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. എയർ ബെഡ് ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ അതിന് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലതാണ്, നല്ല ഹെൽപ്ഫുള്ളായിട്ട് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. ലാഭകരമല്ലെന്ന പേരിൽ സ്കൂളുകൾ അടച്ചുപൂട്ടിയ കാലം. പല സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും അവ ആദായകരമല്ല എന്നുള്ള ഒരു വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിറ്റുതൊലയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പ്രത്യേകിച്ചിട്ട് സർക്കാർ സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം തികച്ചും അനാകർഷകമായി മാറുകയും ധാരാളം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളെ വിട്ട് സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് നീങ്ങിയിരുന്ന കാലമായിരുന്നു അത്. പിന്നീട് ഇങ്ങോട്ട് 2016 ശേഷം വളരെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തിലൂടെ മികച്ച നേട്ടങ്ങളാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടായിരുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം നിരത്തിയിരുന്ന കാലം. ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാതാ വികസനം തുടങ്ങിയ വികസന പദ്ധതികൾ മുടങ്ങിക്കിടന്നിരുന്ന കാലം. ക്ഷേമ പെൻഷനുകൾ വെറും 600 രൂപ മാത്രമായിരുന്ന കാലം. അതും കുടിശ്ശികയായി മാത്രം പെൻഷനുകളും ഓണറേറിയവും നൽകിയിരുന്ന കാലം. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് മുടക്കം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ സർക്കാർ വന്നതിന് ശേഷം ഒരുമിച്ച് ഞങ്ങൾക്ക് തരികയും പടിയായിട്ട് പെൻഷൻ 2000 രൂപയാക്കുകയും ചെയ്തു. പണ്ട് ഷീറ്റിട്ട വീടായിരുന്നു എൻ്റെ വീട്, ചെറിയ വീടായിരുന്നു. ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ എനിക്ക് വീട് കിട്ടി. 6 വർഷമായി വീട് കിട്ടിയിട്ട് വലിയ വീടാക്കി വെച്ചു. സോളാർ വെച്ചത് കാരണം കറണ്ട് ബില്ലെല്ലാം കുറച്ച് വരെയാണ്. പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട്, എല്ലാ മാസവും വീട്ടിലെത്തിക്കുകയാണ് പെൻഷൻ. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോഴേ ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കിട്ടിയത് നമ്മുടെ ഇപ്പോഴുള്ള സർക്കാർ, പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ്. പല സർക്കാരും ഇരുന്നിട്ട് എനിക്ക് വീടെന്ന് ഒരു സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് എനിക്ക് വീടെന്നുള്ള സ്വപ്നം ആഗ്രഹിച്ച പോലെ കിട്ടിയത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്നത് കേരളത്തിൻ്റെ വികസനം കേവലം അടിസ്ഥാന വികസന രംഗത്ത് മാത്രമായിരുന്നില്ല. അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ രംഗത്തും നമ്മൾ മുമ്പോട്ട് പോയി. ഇതാണ് കേരളത്തെ പ്രത്യേകമായിട്ട് കാണാൻ പലരെയും പ്രേരിപ്പിക്കുന്ന കാര്യം. 600-ൽ നിന്നും ഒരു പതിറ്റാണ്ടിനിടയിൽ ക്ഷേമ പെൻഷൻ 2000-ആയി. ഏത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അത് മുടക്കമില്ലാതെ നൽകുമെന്നുറപ്പായി. ഈ സർക്കാർ വന്നതിന് ശേഷം
ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ഘട്ടഘട്ടമായി കൂട്ടിയിട്ടുമുണ്ട്. 2000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് നല്ലൊരു പാവപ്പെട്ടവർക്കല്ല. അതുകൊണ്ട് മരുന്ന് മേടിക്കാനും ഇങ്ങനെ എല്ലാവരും ഒത്തിരി പേരും പണിയെടുക്കാൻ മേലാത്ത ആൾക്കാരും ഉണ്ടല്ലോ, അവർക്കൊക്കെ നല്ലൊരു പദ്ധതിയാണ്. അത് കിട്ടുവാണെങ്കിൽ വീട്ടിലുള്ള അത്യാവശ്യ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് ഗവൺമെൻറ് തരുന്നുണ്ട്. എനിക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞു, അതിൻ്റെ ചിലവ് മൊത്തവും വഹിച്ചത് ഈ ഗവൺമെൻറ്റാണ്. എൻ്റെ ഉപജീവന മാർഗം ഈ ലാൻഡറി ആണെങ്കിലും ഇതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നടന്നു പോകുന്നില്ല. ഈ ഗവൺമെൻറ് സഹായിച്ചത് കൊണ്ടാണ് ഈ വലിയ ഒരു സർജറി കഴിഞ്ഞ് ഞാൻ എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ നിവർത്തിയില്ല. ഈ പെൻഷൻ തുക കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. 30 കഴിഞ്ഞ വീട്ടമ്മമാർക്ക് സുരക്ഷാ പദ്ധതിയും 45 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ കൂട്ടായ്മയായി കുടുംബശ്രീയും സേനകളിൽ ഉൾപ്പെടെ സ്ത്രീ പുരുഷ അനുപാതവുമെല്ലാം ഉറപ്പാക്കിയ സർക്കാർ മുകൾ തട്ടിലെ അഴിമതിയെ തുടച്ചു നീക്കി. അഭിഭാഷക ക്ഷേമനിധി 20 ലക്ഷമായി ഉയർത്തിയത് നമ്മുടെ സർക്കാരാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനും മറ്റു പല പദ്ധതികളും നമ്മുടെ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. എനിക്ക് ഈ മാസം എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷമാണ്. ഈ ഡിസംബർ മാസം ഞാൻ അതിന് അപേക്ഷ കൊടുത്തു. ഈ ഉദ്ഘാടനത്തിന് എനിക്ക് 1000 രൂപ എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സേവനങ്ങൾ വിരൽ തുമ്പിലാക്കിയ കെ സ്മാർട്ട്, എല്ലാം ഈ ഫയലാക്കുന്ന ഭരണനിർവഹണം, ഇന്റർനെറ്റ് പൗരന്റെ അവകാശമാക്കിയ ഭാവി കണ്ടറിഞ്ഞുള്ള ആസൂത്രണം എന്നിവയെല്ലാം നാടിന്റെ സവിശേഷതകളാക്കി മാറ്റിക്കഴിഞ്ഞു നമ്മുടെ സർക്കാർ. അത് വളരെ നന്നായ കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ പറയാം. മുനിസിപ്പാലിറ്റിയിൽ ബിൽഡിംഗ് ടാക്സ് അടക്കാൻ കഴിഞ്ഞിട്ടില്ല. അടക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ഈ പരിശോധന ചെയ്തിട്ട് വായനശാലയ്ക്ക് വരുന്നുണ്ട് എന്നും പറഞ്ഞ് മറന്നുപോയതാണ്. ഈ വർഷം മാത്രം 6 മാസത്തേക്ക് വേഗം ഇവിടെ വന്ന് പറഞ്ഞിട്ട് ആടുന്നതെല്ലാം പരിശോധിച്ചിട്ട് ഒരു കടലാസെല്ലാം എടുത്തിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതന്നു. ഇവിടെ കൊണ്ടുതന്നിട്ട് നിങ്ങൾ അത് ഇവിടെ വന്ന് ഇത്രാം തീയതി അടച്ചോളണം 11-ന് എന്ന് പറഞ്ഞു. 11-ന് പോയിട്ട് അടച്ചാൽ മതി. ആ എമൗണ്ടും തന്നിട്ടുണ്ട്. അതൊക്കെ വേഗം സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അതാണ് ഞങ്ങൾക്കെല്ലാം പറയാനില്ല. ഓൺലൈനിൽ എല്ലാ കാര്യങ്ങളും വേണം. നല്ല രീതിക്കകത്ത് അഴിമതി ഇല്ലാണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും സുസ്ഥിരമായിക്കൊണ്ട് എങ്ങനെയൊക്കെ സേവനങ്ങൾ ലഭിക്കാൻ വേണ്ടി പറ്റുമോ ആ സേവനങ്ങളൊക്കെ കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി, നമുക്ക് പൊതുജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പാവങ്ങളിൽ പാവങ്ങളെന്നൊരു ജനത നമുക്ക് ചുറ്റിലുമുണ്ടെന്നും അവർക്ക് സംരക്ഷണം നൽകണമെന്നും കേരളപ്പിറവിക്ക് ശേഷം ഒരു സർക്കാർ തിരിച്ചറിയുന്നതും തിരുത്തുന്നതും ഈ പതിറ്റാണ്ടിലെ മികവുറ്റ ഭരണത്തിന്റെ ശിലാരേഖയാണ്. 64,006 കുടുംബങ്ങൾ. അവകാശബോധത്തെക്കുറിച്ചുള്ള അറിവോ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും സഹായം കിട്ടുമെന്നോ, അന്നവും അഭയവും ആരോഗ്യവുമെല്ലാം തങ്ങൾക്കു കൂടി അവകാശപ്പെട്ടതാണെന്നോ അറിയാത്തവരായിരുന്നു അവർ. അവരെ മുഖ്യധാരയിലേക്ക് ഘട്ടം ഘട്ടമായി എത്തിച്ച ജനകീയ മുന്നേറ്റമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. വീടിൻ്റെ സന്തോഷം അതിൻ്റെ നനയാതെ നമുക്ക് വീട് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം അതല്ലേ വേണ്ടത്. ഒരു നേരം എവിടെയെങ്കിലും പറ്റുന്ന പണിയും ചെയ്ത് വെച്ച് വന്നാലും കിടക്കാനുള്ള ഇതുണ്ടല്ലോ, അതാ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക്. ഞങ്ങൾക്ക് ആഹാരത്തിന് വഴിയില്ലാതെ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് ഹിറ്റ് നമുക്ക് തരണുണ്ട്, റേഷനും തരണം, മാസം തോറും 2000 രൂപ പെൻഷനും തരണം. അത് വെച്ചാണ് ഞങ്ങൾ എൻ്റെ മകളും ജീവിച്ചിട്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ലാതെ വളരെ കഷ്ടപ്പെടുമായിരുന്നു. ഞാൻ രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സിന് 3 വർഷമായിട്ട് പഠിക്കുകയാണ്. എൻ്റെ കോഴ്സിൻ്റെ ഫീ ആയിട്ടുള്ള 30 ലക്ഷം രൂപ കേരള സർക്കാരിൻ്റെ 2023 വിങ് സ്കോളർഷിപ്പിലൂടെയാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ തന്നെ എൻ്റെ ഹോസ്റ്റൽ സൗകര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ടാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള സിവിൽ സർവീസ് പരിശീലനത്തിൻ്റെ ഭാഗമായി ആബ്സലൂട്ട് IAS അക്കാഡമിയിലാണ് ഞാൻ പരിശീലനം നടത്തി വരുന്നത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും 29 കുട്ടികൾ ഈ പദ്ധതിയിലൂടെ ഇപ്പോൾ സൗജന്യമായി പരിശീലനം നേടുന്നു. അക്കാദമിക് ഫീസിന് പുറമെ ഹോസ്റ്റൽ സൗകര്യവും പുസ്തകത്തിനുള്ള സൗകര്യവും കേരള സർക്കാരിൻ്റെ ഈ സ്കോളർഷിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
വ്യവസായ സൗഹൃദമല്ലെന്ന മാറാപ്പേരുണ്ടായിരുന്നു 10 വർഷം മുൻപത്തെ കേരളത്തിന്. ഇപ്പോൾ വ്യവസായ സൗഹൃദത്തിൽ രാജ്യത്ത് തന്നെ 1-ാം സ്ഥാനത്താണ് കേരളം. സംരംഭക വർഷമെന്ന ചെറുകിട വ്യവസായ പ്രോത്സാഹന പദ്ധതിയിലൂടെ 5 വർഷം കൊണ്ട് 4 ലക്ഷം സംരംഭങ്ങളെന്ന മികവുറ്റ നേട്ടം ഇതിനകം കേരളം സ്വന്തമാക്കി കഴിഞ്ഞു. തുടർച്ചയായ 5-ാം തവണയും രാജ്യത്തെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ മികച്ച നേട്ടം കൈവരിച്ച കേരളം ടോപ്പ് പെർഫോമർ എന്ന ബഹുമതിയും സ്വന്തമാക്കിയാണ് വ്യവസായ രംഗത്ത് മുന്നേറുന്നത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ 50,000 കോടി രൂപയുടെ നിക്ഷേപമെന്ന സമാനതകളില്ലാത്ത നേട്ടവും കൈവരിച്ച കേരളത്തിൽ IT പാർക്കുകളിൽ നിന്നുള്ള ആകെ കയറ്റുമതി 26,770 കോടി രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞു. ഞങ്ങൾ SE സീഡ് ഫണ്ട് ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് മൊബൈൽ ആപ്പ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഐ പ്രോമിസ് കമ്മ്യൂണിറ്റി മാനേജർ എന്നാണ് മൊബൈൽ ആപ്പിൻ്റെ പേര്. അതിനായി സർക്കാരിൽ നിന്നും 5 ലക്ഷം രൂപ നമുക്ക് സീഡ് ഫണ്ടായിട്ട് ലഭിക്കുകയുണ്ടായി. പട്ടികജാതി നഗറുകൾ അഥവാ ഉന്നതികൾ, അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ, ഇതുപോലുള്ള ചെറിയ കമ്മ്യൂണിറ്റികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നമ്മൾ ഈ ആപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നു. 10 വർഷം മുന്നേ വരെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അത്രയും ഒരു അക്സെപ്റ്റൻസ് കൊടുത്തിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സർക്കാരും ബാക്കിയുള്ള അനുബന്ധ സ്ഥാപനങ്ങളും നടത്തുന്ന ഇവൻറ്റുകളും അവരുടെ പലവിധ ആക്ടിവിറ്റീസ് കാരണം ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു എന്ന് ആൾക്കാർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ചേഞ്ച് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. അത് പുതുതായിട്ട് തുടങ്ങുന്ന ഓൺടർപ്രണേഴ്സിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10 വർഷം മുമ്പ് 300 സ്റ്റാർട്ടപ്പ് ആയിരുന്നത് ഇപ്പോൾ 7,000-ൽ അധികം സ്റ്റാർട്ടപ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 10 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ റവന്യൂ 150% വർദ്ധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പോയിന്റ്സും നമ്മൾ നോക്കുമ്പോൾ 10 വർഷത്തിൽ ITക്ക് ഉണ്ടായ മാറ്റം ഒരു സാധാരണ ആൾക്ക് കൺമുന്നിൽ കാണാവുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ കണ്ട ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്രയുടെ വളർച്ചയായിട്ട് കാണുന്നത് ഇപ്പോൾ വിമൻസിനൊരു ഹോസ്റ്റൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഹോസ്റ്റൽ നമ്മളുടെ ചുറ്റുവട്ടത്ത് ടെക്നോ പാർക്ക് ചുറ്റുവട്ടത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ ജോലി അവസരങ്ങൾ, പുതിയ AI ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ തന്നെ കേരളം ചൂസ് ചെയ്യുകയാണ് അവരുടെ ബെസ്റ്റ് ഒരു പ്ലേസ് ആയിട്ട്. പണ്ടത്തെ പോലെ അല്ലാതെ ഇപ്പം എന്ത് കോൺഫറൻസിലും എന്ത് പറഞ്ഞാലും അത് നടക്കുമെന്നൊരു വിശ്വാസമുണ്ട്. കാരണം അതിലെ പല ചേഞ്ചസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ആൾക്കാർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു കണ്ണോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അത്രയധികം സെക്യൂരിറ്റി, അത്രയധികം ലൈക്ക് വളർച്ച, നൈറ്റ് ലൈഫ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വന്നതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലായിട്ടും IT ഫീൽഡിലേക്ക് കടന്നു വരുന്നുണ്ട്. കൃഷി, മൃഗസംരക്ഷണം, പരിസ്ഥിതി സൗഹൃദാന്തരീക്ഷം, ഭക്ഷ്യഭദ്രത, തുല്യനീതി, സ്ഥിതി സമത്വം, ഭിന്നശേഷി സൗഹൃദം, വയോജന സംരക്ഷണം, പാലിയേറ്റീവ് കെയർ എന്നിവയെല്ലാം ഉറപ്പാക്കിയാണ് ഈ സർക്കാർ 10 വിജയ വർഷങ്ങൾ പൂർത്തിയാക്കുന്നത്. കായിക രംഗത്തും സഹകരണ രംഗത്തും മത്സ്യബന്ധന മേഖലയിലുമെല്ലാം ഇതിനകം പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തന മികവാണ് നമ്മുടെ നാടിൻ്റെ ഈ അഭിമാന നേട്ടങ്ങൾക്ക് പിന്നിൽ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കാൻ പ്രയത്നിക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രവർത്തന മികവ് കൂടിയാണ് ഈ 10 വർഷങ്ങൾ. ഈ വികസനത്തിനും നന്മകൾക്കുമുണ്ടാകട്ടെ തുടർച്ചകൾ. ഈ വികസന പ്രക്രിയകൾക്ക് ഒരു തുടർച്ച വേണ്ടതിൻ്റെ തുടർച്ചയിലൂടെ മാത്രമേ ഇന്ന് കേരളം കൈവരിച്ച വികസനത്തിൻ്റെ ആ വേഗത മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഒരുപക്ഷെ നാടിന് ഗുണകരമാകുക ഒരു വികസന തുടർച്ചയാണ്. ആ വികസന തുടർച്ചയ്ക്ക് ഉതകുന്നത് എന്തായിരിക്കണം? അതാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്, ജനങ്ങൾ തീരുമാനിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറെ നേടുവാനുമുണ്ട് ഭാവിയിൽ. ഇടച്ചയല്ല